വെൽക്കം ബാക്ക് ടു ഇത് കുട്ടിക്കളിയല്ല. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, പാമ്പിനെ കുറിച്ച് ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തന്ന സുരേഷ് ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ വാവ സുരേഷ് ഏട്ടനൊപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. അപ്പോൾ എന്തായാലും സുരേഷ് ഏട്ടാ, നമുക്ക് ഒരുപാട് അതിഥികൾ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കുഞ്ഞു സംഭവങ്ങൾ, സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അവരൊന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തണം. നമുക്ക് കുഞ്ഞെന്ന് പറയുമ്പോൾ അത്ര വലിയ കുഞ്ഞന്മാരല്ല, അത്ര കുഞ്ഞന്മാരും അല്ല. ഇത് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ മുട്ട വിരിയിച്ച് എടുത്ത കുഞ്ഞന്മാരാണ്. ഇതിപ്പോ ഒരു 4-5 ദിവസമായി കഴിഞ്ഞു. അപ്പോൾ സ്കിൻ ചട്ട പൊഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ കാണുന്നതൊക്കെ മൂർഖന്മാരുടെ കുഞ്ഞന്മാരാണ്. മൂർഖന്റെ കുഞ്ഞാണ്. അതെ, ഞാൻ മുട്ട വിരിയിച്ചാണ് ഇവരെയൊക്കെ. അപ്പോൾ ഇവര് കണ്ട കുഞ്ഞന്മാരേത് എന്താണിത്? മൂർഖന്റെ കുഞ്ഞല്ലേ. നോക്കൂ, കണ്ടോ മുട്ടയെ പത്തി വിരിക്കുന്നുണ്ടോ? പത്തി കണ്ടോ? വുഡ് കണ്ടോ? പത്തി കണ്ടോ? അപ്പൊ ഇവയെല്ലാം ഇപ്പൊ 100 ചില്ലുവാനും മൂർഖന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇവരെ ഇപ്പൊ മുട്ട വിരിയിച്ചതാണ്. നാളെ രാത്രിയോ മറ്റന്നോ രാവിലെയോ ഇവയെ കാട്ടിലേക്ക് വിടും. അപ്പൊ കടിക്കും. ഒരു കാരണവശാലും നിങ്ങളിത് അനുകരിക്കരുത്. ഇതിപ്പോ ചിലപ്പോൾ എനിക്ക് ഇവരുടെ കടിയേറ്റാൽ മെഡിസിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് ഇത്രയും പാമ്പിന്റെ കടിയേറ്റ് എൻ്റെ ശരീരത്തിൽ അതിന്റെ മെഡിസിൻ കൊടുത്തുകൊണ്ട് എനിക്കിപ്പോൾ ആന്റിബോഡി ഉണ്ട്. ശരീരത്തിൽ ആന്റിബോഡി ഫോം ചെയ്യും. അപ്പോൾ ഇനി കടിയേറ്റാൽ അപകടം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടാൽ അനുകരിക്കരുത്. ഈ സൈസിൻ്റെ കടിയേറ്റ്, ഇത്രയും സൈസിൻ്റെ കടിയേറ്റാലും ചിലപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അപകടം ഉണ്ടാകും കേട്ടോ. ഇത് ശബ്ദം പേടിച്ചിട്ടാണ്, ഭയമാണ് ഉണ്ടാവും. അതിനെന്തോ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ചിന്തയാണ് അവർക്ക്. ആ ഒരു പേടിയാണ്. കണ്ടോ, പേടിച്ചിട്ടാണ് അവരത് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ വേറെ അവർ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, പേടിച്ചിട്ട് മാത്രമാണ് അവർ ഇങ്ങനൊരു പ്രവണത കാണിക്കുന്നത് കേട്ടോ. നമുക്കൊരു പാമ്പിനെ തൊട്ട് നോക്കിയാലോ? ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? ഒരാൾ പോലും തൊടാതിരിക്കരുത്. ഒരു കുഞ്ഞു പാമ്പിന്, അത്ര സൈസൊന്നുമല്ല, വെറും 6 കിലോ മാത്രം ഭാരമുള്ള, 7 അടി നീളമുള്ള ഒരു കുഞ്ഞു പാമ്പിന്. ആ പാമ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ചോദ്യമുള്ളത്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പല്ലുള്ള പാമ്പ് ഏതാ? പെരുമ്പാമ്പ് അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പല്ലുള്ള പാമ്പ് ഏതാ? പെരുമ്പാമ്പ് അഥവാ പൈത്തൺ കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പല്ലുള്ള പാമ്പിനെ പരിചയപ്പെടാം. നമ്മളെ കൂട്ടുകാർക്ക് തൊട്ട് നോക്കാം. നമ്മുടെ പ്രേക്ഷകർ, നിങ്ങളുടെ കൂട്ടുകാരായ മറ്റു പ്രേക്ഷകർ കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നല്ലൊരു കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ എല്ലാം റെഡിയാണോ? വെള്ളം വെക്കുകയോ അയ്യോ ഒന്നും ഞെട്ടുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. ആദ്യം പോയി എന്താണെന്ന് അറിയാമോ? എന്റെ കാഷ്ടമാണ്, മോശമാണ് കേട്ടോ. അപ്പൊ തൊട്ട് നോക്കാം. എണീക്കട്ടെ? ഞാൻ എണീക്കാൻ പോകണം. തലയെ പിടിച്ചിട്ടുണ്ട്, വാലിൽ പിടിച്ചിട്ടുണ്ട്, ഒന്നും ചെയ്യത്തില്ല. കുട്ടികൾക്ക് തൊട്ട് നോക്കാം. ഓക്കെ, റെഡിയല്ലേ? അവിടെ ഇരിക്കുക, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ആരും പേടിച്ചിട്ട് ഇങ്ങനെയൊന്നും ആക്കരുത് കേട്ടോ. റെഡിയല്ലേ? ആദ്യം നമ്മൾ ചേട്ടനെ കൊണ്ട് ഇങ്ങനെ തൊടിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ എങ്ങനെ തൊട്ടോ? ഇങ്ങനെ തൊട്ടേക്കും. ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല ചിക്കൻ. ഓക്കെ അല്ലേ? ആ ശരി, നമ്മൾ തൊട്ട് വയ്ക്കുള്ളൂ. ആരാ ആദ്യം ചോദ്യം ചോദിക്കുന്ന ആള്? ഈ പാമ്പ് ഭക്ഷണം തേടി പോകുമ്പോ വനം കൊണ്ടാണ് പോകുന്നത്. ഭക്ഷണം തേടി പോകുമ്പോ വനം വീട്ടിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ല. വനം കൊണ്ടുപോകുന്നു. കണ്ണിന്റെ പുറകില് കവിള് വീർത്തിരിക്കുന്നതാണ് അതിന്റെ ഗ്ലാൻഡ് അഥവാ ദഹനഗ്രന്ഥി, കണ്ണിന്റെ പുറകിൽ. അല്ല മുത്തശ്ശിമാര് പറയുമ്പോൾ ശരീരത്തിന്റെ താഴെ കാണുന്ന കറുപ്പാണ് പാമ്പിന്റെ വനം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എത്ര വനം കാണും? മുഴുവനും കറുപ്പായില്ലേ? അപ്പോ ശരീരത്തിലല്ല വനം ഇരിക്കുന്നത്. തലച്ചോറിന്റെ സൈഡിൽ, കണ്ണിന്റെ പുറകിൽ, കവിള് വീർത്തിരിക്കുന്നതാണ് ദഹനഗ്രന്ഥി. അഭിരാമി അല്ലേ? ഗൗരിയുടെ ചോദ്യം, വനം
ഇപ്പോൾ നമ്മുടെ ഒരു മൂർഖൻ പാമ്പ് എലിയെ പിടിക്കുന്നു. ആ എലിയെ പിടിക്കുമ്പോൾ ആ എലിക്ക് വെനം കൊടുക്കുന്നുണ്ടോ, വെനം ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഗൗരിയുടെ സംശയം. കൂട്ടുകാരെ, വെനമുള്ള പാമ്പുകളെല്ലാം വെനം കൊടുത്ത് തന്നെയാണ് ഇരയെ കൊല്ലുന്നത്. വെനം കൊടുത്ത് തന്നെയാണ് ഇരയെ കൊല്ലുന്നത്. എന്നിട്ട് ആ ഇരയെ തന്നെയാണ് ഭക്ഷിക്കുന്നത് വെനമുള്ള പാമ്പുകൾ. ഈ വെനമുള്ള പാമ്പുകൾക്ക് ആ ഇരയ്ക്ക് വെനം ഇഞ്ചെക്റ്റ് ചെയ്താൽ മാത്രമേ ആ ഇര മരിക്കുകയും അത് ഡൈജസ്റ്റ് ആവുകയുള്ളൂ. അത് അഴുകണ്ടേ. വെനമില്ലാത്ത പാമ്പുകൾക്ക് അതല്ല പ്രോസസ്സിങ്. പക്ഷെ വെനമുള്ള പാമ്പുകൾക്ക് ഇരയെ കൊല്ലണമെങ്കിൽ വെനം വേണം, അത് ഡൈജസ്റ്റ് ആവണമെങ്കിലും വെനമുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ കണ്ണിന്റെ പുറകെ നോക്കിയാൽ നമുക്ക് അറിയാൻ പിന്നെ അതല്ലേ നിങ്ങൾ കൂട്ടുകാർ നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറുമ്പോൾ ഇപ്പോൾ ഒരു കിങ് കോബ്ര കിസ് ചെയ്യുന്നൊരു സംഭവം കിടപ്പുണ്ട് ഫ്രണ്ടിൽ കൂടെ, മുന്നിൽ കൂടെ. ശ്രദ്ധിക്കണം. ആ കിങ് കോബ്ര വായി തുറന്നു വരും. ലോകത്തൊരു വ്യക്തിക്കും ആരോഗ്യമുള്ള വെനമുള്ള കിങ് കോബ്രയെ ഫ്രണ്ടിൽ കൂടെ കിസ് ചെയ്യാൻ പറ്റില്ല. ആ പാമ്പിന് ഗ്ലാൻഡ് ഇല്ല. കണ്ണിന്റെ പുറകിൽ തല ഇങ്ങനെ ഒട്ടിയിരിക്കും. ഗ്ലാൻഡ് റിമൂവ് ചെയ്തിരിക്കുക. ആ പാമ്പ് മരണപ്പെടും. അത് കടിക്കില്ല. അതിന് ഫാങ്സ് ഇല്ല. വായ തുറക്കുമ്പോൾ കവിള് മാത്രമേ തള്ളിയിരിക്കും. ഫാങ്സ് അതിനകത്തില്ല. നമുക്കറിയാൻ പറ്റുമല്ലോ. അതിങ്ങനെ വായ തുടങ്ങിയാ ഈ നിപ്പ് മാത്രമേ നിൽക്കൂ, കടിക്കത്തില്ല. അതിന് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഗ്ലാൻഡ് ഇല്ലാത്ത വെനമില്ലാത്ത പാമ്പിനെ എന്തിനാ ഭയപ്പെടുക? പാമ്പിന്റെ മുട്ട വിരിയാൻ എത്ര ദിവസം എടുക്കും? നല്ല ചോദ്യമാണ് ഹരിപ്രിയയുടെ ചോദ്യം. പാമ്പുകളുടെ മുട്ടയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചേരയ്ക്കൊരു കാലാവധി, പെരുമ്പാമ്പിനൊരു കാലാവധി, രാജവെമ്പാലയ്ക്കൊരു കാലാവധി, അങ്ങനെയാണ്. ഇപ്പോൾ മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിയാൻ 55-നും 60 ദിവസത്തിനും ഇടയ്ക്ക് കാലാവധി വരും. 55, 60, ചിലപ്പോൾ 56-ാമത്തെ ദിവസം വിരിയാം, 57-ാമത്തെ ദിവസം വിരിയാം, 60-ാമത്തെ ദിവസം വിരിയാം. അപ്പോൾ കൃത്യം ഇപ്പോൾ നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോഴും ചൂട് കുറയുമ്പോഴും ഒക്കെ ഇവയുടെ മുട്ട വിരിയാൻ കാലതാമസവും ദിവസം കൂടുതലും എടുക്കും. അത് എല്ലാ ജീവികളും, കോഴിക്കും മറ്റൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ജീവികൾക്കും ഇങ്ങനൊരു സംഭവം നടക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഹരിപ്രിയയുടെ ചോദ്യത്തിന് ഒരു ഉത്തരം തരുന്നതിന് മുന്നേ നമുക്കൊരു ഹരിപ്രിയയുടെ സംശയം നമുക്കൊന്ന് കണ്ടിരിക്കാം. ഒരു മൂർഖൻ പാമ്പിൻ്റെ മുട്ട ഒന്ന് കണ്ടിരിക്കാം. എന്താ? ഇതാണ് ഹരിപ്രിയയുടെ ചോദ്യമാണ് ചേട്ടാ. കൂടുതൽ ഈ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും കുറവ് അറിവുള്ള ഒരു സബ്ജക്റ്റാണ് പാമ്പുകളെ കുറിച്ച്. വളരെ ശുഷ്കമാണ് അവരുടെ അറിവ്. അപ്പം വിളിക്കുമ്പോഴും നമുക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് പാമ്പിനെ വിളിക്കുക. അപ്പോൾ അവരെങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? ഇപ്പോൾ കോളുകൾ വരുമ്പോഴത്തേക്കും ചേട്ടാ അവിടെ എത്തുന്ന സമയം വരെ അവരോട് നിൽക്കണം. അപ്പോൾ അവരെങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ അതിന് ശ്രമിക്കുന്ന കാര്യം ഇപ്പം ഞാൻ ചോദിക്കും, പാറക്കെട്ടാണ്, പാറക്കെട്ടൊക്കെ ആണെങ്കിൽ മേഡം കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇവിടെ പോകും, അത് മെനക്കെടാണ്, അതുപോലെ നിങ്ങൾ പൈസ നഷ്ടപ്പെടുത്തിൻ്റെ അതങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കളർ ചോദിക്കും. ഇപ്പോൾ കറുപ്പും മഞ്ഞയും കലർന്ന കളറാണ്, തല ചെറുതാണെങ്കിൽ ചേരയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ചില കേസിൽ പറമ്പിലൊക്കെ ആണെങ്കിൽ അത് ഉപദ്രവിക്കത്തില്ല, അങ്ങ് പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കേസിൽ ചോദിക്കും. പിന്നെ കുറേ കേസിൽ ഞാൻ പറയും, നിങ്ങൾ തട്ടാനോ മുട്ടാനോ ഒന്നും പോകരുത്, പബ്ലിസിറ്റി കൊടുത്ത ആൾക്കാരെ കൂട്ടരുത്, നോക്കി വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള കേസിൽ മാത്രമേ ഞാൻ പോകും. അതുപോലെ ഈ അടുത്ത കാലത്ത് എനിക്ക് 2-3 അല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലത്ത് ചെങ്ങന്നൂർ മാന്നാർ എന്നൊരു സ്ഥലത്ത് ഒരു പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ടാക്സി എടുത്ത് അവിടെ ചെന്നപ്പോഴാണ് അവർ തല്ലിക്കൊന്നു. ഞാനിവിടെ എത്താറായി. അത് കഴിഞ്ഞ വർഷം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന് പുറകിൽ ഒരു പാമ്പിരിക്കുന്നു എന്നും പറഞ്ഞ് 2 പേര് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ വീണ്ടും ചോദിക്കണം, നിങ്ങൾ വേറൊരു നമ്പറും കൂടെ തരുമെന്നുണ്ട്. എനിക്ക് ആ കോളിൽ എന്തോ ഒരു ഡൗട്ട് തോന്നി. അതിന് ഞാൻ മെനക്കെട്ട് രാത്രി 1:30 ഞാൻ അവിടെ വണ്ടിയിലെത്തി. അവിടെ തിരിച്ച് വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ്. അവസാനം ഞാൻ സൈബർ സെല്ലിലേക്ക് പരാതി കൊടുത്തു. അങ്ങനെ അവർ ആ ടവർ ലൊക്കേറ്റ് ചെയ്തപ്പോൾ അവസാനമായിട്ട് എനിക്ക് കോൾ വന്നിരിക്കുന്നത്, അവർ വിളിച്ചിരിക്കുന്നത് കർണാടകത്തിൽ നിന്ന്, മലയാളികളാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. നല്ല മലയാളികളെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരുപാട് പേര് നമ്മൾ സമയവും ഇതൊക്കെ കളഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കുള്ള മാനസികാവസ്ഥ അല്ല, മാനസികാവസ്ഥ മാത്രമല്ല, ഒന്ന് ധനനഷ്ടം വലിയൊരു നഷ്ടമാണ്. ഒന്ന് വേറൊരാൾക്ക് ആർക്കെങ്കിലും പോകാനുള്ള സർവീസ് മാത്രമല്ല, ഇപ്പം ഞാൻ ഇതിൻ്റെ ഇൻകം കണ്ടെത്തിയ വലിയ പാടാണ്. അപ്പോൾ എന്നെ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം, ഞാൻ എവിടെ പോയാലും. ഇപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ വർഷം കോട്ടയത്ത് ഒരു പാമ്പിനെ പിടിക്കുമ്പോൾ 500 രൂപയാണ് എനിക്കെന്ന് വരുമാനം. അപ്പോൾ അന്ന് ടാക്സിക്ക് തന്നെ 3500 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് ഓരോ സ്ഥലത്ത് കിട്ടുന്നത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാരണം ഇതാണ് ഈ എല്ലാം കുറഞ്ഞ സാധനങ്ങളാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, 1 രൂപ ലാഭിച്ചു കഴിഞ്ഞാൽ ആ 1 രൂപ നല്ല വേറെ എന്തെങ്കിലും കാര്യത്തിന് മാറ്റി വെക്കാമല്ലോ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് അനാവശ്യമായ പഴയ ചിലവുകൾ കുറയ്ക്കുന്നത്. അതുപോലെ ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കാറില്ല, അനാവശ്യമായിട്ട് മറ്റ് ലഹരിയൊന്നും ഉപയോഗിക്കാറില്ല. ഇതുവരെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ടായിരുന്നു. ഈ ചെറുപ്പകാലത്ത് ഇവരുടെയൊക്കെ ഒരു പ്രായത്തിലോട്ട് ചേട്ടൊന്ന് പിൻകാലത്തോട്ട് പോവുകയാണ്. അല്ല, അങ്ങനെ പിൻകാലത്തോട്ട് പോണത് കൊണ്ടാണ്, ഞാൻ പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ കുട്ടികളുടെ സ്കൂളുകളിൽ പരിപാടിക്ക് പോകുന്നത്. അതെ, കാരണം ആ സമയത്ത് നമുക്കൊക്കെ, ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 3 വർഷമൊക്കെ ഒരു അന്ന് നമ്മളൊക്കെ നിക്കറെന്ന് പറയും. ഇന്നത്തെ കുട്ടികൾ ട്രൗസർ ബർമുഡ എന്നൊക്കെ പറയാറില്ല. നമ്മളന്ന് ഉപയോഗിക്കുന്ന നിക്കറാണ്.
ആ ആ 3 വർഷമൊക്കെ നിക്കറ് ആ ഒരു ട്രൗസർ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ഓട്ടയില്ലാത്ത ഒരു സ്ഥലം കാണത്തില്ല. ഒരു സ്ഥലം ഓട്ടയില്ലാത്ത കാണത്തില്ല. നിൽക്കേണ്ട എല്ലാ സ്ഥലവും പൊത്തലായി. അതൊക്കെ ഇട്ടാൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന കാലം ഇതൊക്കെ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ നിബിഡമായ കാടുകളായി. അപ്പോൾ ഇവിടെയൊക്കെ പാമ്പുകളേ ഉള്ളൂ. ഇവിടെ ആരും വരത്തില്ല. ഇതിന് ഊളം കുന്ന് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അത് പകല് പോലെ ഊളൻ ഇപ്പോഴും ഊളനുള്ള സ്ഥലമാണ്. കഴിഞ്ഞ പിന്നെ ഒത്തിരിയുള്ള സ്ഥലം അതുപോലെ പഴവുണ്ണി, പിന്നെ കാട്ടുപൂച്ച. ഞാനിതെല്ലാം പിടിക്കും. ഞാൻ മെനിങ്ങാന്നൊരു മുള്ളം പന്നിയെ പിടിച്ചു, കാട്ടുപൂച്ച എല്ലാം ഒരുമാതിരി. എനിക്ക് കഴിഞ്ഞ വർഷം കോന്നിയിലൊരു പുലിയെ പിടിച്ച കേസിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ കാട്ടിൽ രാജവമ്പലം എവിടെയായിട്ട് 2 മണിക്ക് 1 മണിക്ക് പോകുന്ന സമയത്ത് തന്നെ തൊട്ട് മുന്നിൽ ഒരു 5 അടി അകലത്തിൽ ആനയെ കണ്ടായിരുന്നു. നമ്മൾ ജീപ്പിൻ്റെ നേരെ വന്നു. അപ്പോൾ ഞാൻ ജീപ്പ് ഡോറ് തുറന്ന് ഞാൻ ഇറങ്ങി കൂടെ പോയി. അപ്പോൾ ഡോക്ടർ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാർ തന്നെ പറഞ്ഞു സുരേഷ് കാണിച്ച മണ്ടത്തിലാണ്. പക്ഷേ എനിക്കറിയായിരുന്നു ആ 2 പേരെ അവിടെ ഉള്ളൂ. അത്രയ്ക്കുള്ള ലക്ഷണങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്ക് നല്ല ഉണ്ടാവും. അതിന് കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടി, ഞാൻ സഞ്ചരിക്കുന്ന വണ്ടി ഞാൻ 3-4 വണ്ടി സഞ്ചരിക്കാണ്. അവർക്കൊക്കെ ആ വണ്ടി തട്ടും എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയും വണ്ടി അപകടമാണ് എന്ന് പറയാം. കൃത്യമായിട്ടത് ഇത്ര തലത്തിനകത്ത് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ എൻ്റെ കടികളെല്ലാം ഞാൻ നേരത്തെ പറയും. എനിക്ക് കടി കേൾക്കുമ്പോൾ പാമ്പ് കടികളിൽ ഞാൻ ക്രിട്ടിക്കലാവുന്ന സമയത്തുള്ള കടികളെല്ലാം എനിക്ക് നേരത്തെ പറയാൻ കഴിഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ 40 ദിവസം 30 ദിവസങ്ങൾക്ക് മുന്നേ വിളിച്ചു പറയും ഞാൻ ഹോസ്പിറ്റലിൽ ആവും, ഇത്ര ദിവസം തന്നെ കടി കേൾക്കും, ഇന്ന ദിവസം കടി. ഇത് തന്നെ ഈ കടി വിരൽ മുറിച്ച് കഞ്ഞാറോട് വെച്ച് കടിയേറ്റാണ്. കടിയേറ്റ് മുറിച്ചാണ്. അപ്പോൾ ഈ കടിയേറ്റ സമയത്ത് തന്നെ കടിയേറ്റ് രണ്ടാമതൊരു പാമ്പിനെ കാണുന്നപ്പോൾ ഞാൻ അവരോട് നേരത്തെ പറഞ്ഞു എനിക്ക് പാമ്പ് കടി കേൾക്കും, ഈ പാമ്പ് എന്നെ കടിക്കാൻ എൻ്റെ വിരൽ മുറിക്കുമെന്ന് പറഞ്ഞു. അതിൽ മുറിച്ച് അതുപോലെ ഓരോ സംഭവങ്ങളും. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇവർ മാത്രമേ ഉള്ളൂ. പാമ്പ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ചിന്തയുള്ളപ്പോൾ നമുക്ക് ആ ഒരു സാധനത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അതിൽ നിന്നുണ്ടാവുന്നു അത് നമുക്ക് ഒരു ഉൾവിളി പോലെ ഉണ്ടാകും. വേൾഡിൽ ലോകത്ത് കൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരെണ്ണം പാമ്പേ ഉള്ളൂ. അതിൻ്റെ പേര് പറയാം, രാജവെമ്പാലയാണ്. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരെണ്ണം പാമ്പ് രാജവെമ്പാല. ഏതാണ്? രാജവെമ്പാല. വെൺ എന്ന് നിങ്ങൾ പറയരുത്, വെമ്പാലയാണ്. ഒരു കുഞ്ഞു ചോദ്യമാണ്. നമ്മുടെ രാജവെമ്പാലയെ പൂർവികർ, അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ പഴമക്കാർ വിളിച്ചിരുന്നൊരു പേരുണ്ട്. കൃഷ്ണസർപ്പം. എന്താണ് കൃഷ്ണസർപ്പം? കുറച്ച് പറയുക. കൃഷ്ണസർപ്പമാണ് കേട്ടോ. എന്താണ്? കൃഷ്ണസർപ്പമാണ് രാജവെമ്പാലയുടെ പഴയ നാമം കേട്ടോ. പാമ്പുകളും കീരികളും സർത്തുക്കളാണ്. ഒരു 35 വർഷങ്ങൾക്ക് മുന്നേ പാമ്പും കീരിയും ഭയങ്കര ശത്രുക്കളായിരുന്നു. 35 വർഷങ്ങൾക്ക് മുന്നെയാണ്. എന്താണ് കാരണം എന്നറിയാമോ? പറയാമോ നിങ്ങൾ? അന്ന് പാമ്പും കീരിയും 2 യൂണിയനിലായിരുന്നു, 2 രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു. ഇന്ന് അവർ മാറി, ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ്. അവരിന്ന് ശത്രുക്കളേ അല്ല, അവർ നല്ല മിത്രങ്ങളാണ്. പാമ്പിനെ വേട്ടയാടുന്ന ജീവിയല്ല കീരി. നിങ്ങളുടെ വീട്ടിലെ നായ് പാമ്പിനെ പിടിക്കും പോലെ, പൂച്ച പാമ്പിനെ പിടിക്കും പോലെ ഒരു അപൂർവം കേസ് മാത്രമാണ് കീരികൾ പാമ്പിനെ അറ്റാക്ക് ചെയ്യുന്നത്. എത്രയോ പ്രാവശ്യം കീരിയുടെ കടിയേറ്റ് പാമ്പ് മരിക്കുന്നതും പാമ്പിന്റെ കടിയേറ്റ് കീരി മരിക്കുന്നതും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കീരി ഒരിക്കലും പാമ്പും കീരിയും തമ്മിൽ ശത്രുക്കളല്ല. നമ്മുടെ വീട്ടിൽ കോഴി ഒരു പാമ്പിനെ കണ്ടാൽ എന്താ ചെയ്യുക? ബഹളം വെക്കത്തില്ല. അതുപോലെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ്. സുരേഷേട്ടാ, ഇവരെയൊക്കെ വീട്ടിൽ തന്നെ അനിയത്തിയും ചേച്ചിയും അല്ലെങ്കിൽ ചേട്ടനും അനിയന്മാരും എല്ലാം കൂടെ കീരിയും പാമ്പും എന്നൊക്കെ പറയാറില്ലേ? വീട്ടില് കീരിയും പാമ്പിനെ പോലെയാണെന്ന്. അത് തന്നെയാണ് ഉപമ. മനുഷ്യന്റെ ശത്രുതയാണ് പഴമക്കാർ കീരിയും പാമ്പിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞു സംഭവം, ഒരു ഇത്രയുള്ളൊരു മുട്ട കണ്ടല്ലോ. ഇത്രയായിക്കൂടെ? ഇത്രയുള്ളൊരു മുട്ട കുറച്ചുകൂടി ചെറുതായാലോ? എന്നാൽ ഒരു ഇത്രയുള്ള മുട്ടാണ്. ഇത്രയുള്ള വേണോ? വേണ്ടല്ലേ? കുറച്ച് ചെറുതായി ഇങ്ങനെ ഒന്ന് ഇത്രയൊരു മുട്ടാണ്. ഇഷ്ടമാണോ എല്ലാവർക്കും മുട്ട? കഴിക്കാറുണ്ടോ? മറന്നു പോരുത്. ഞാൻ ഓരോ മുട്ട തരട്ടെ നിങ്ങൾക്ക്? ഇത് കഴിക്കണ്ട, വീട്ടിൽ കൊണ്ട് വെച്ചിരുന്ന ഒരു 15 ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. നമ്മൾ വെയിറ്റ് ചെയ്തല്ല ഒരു മുട്ട കാണാനാണ്. അപ്പോൾ സുരേഷേട്ടാ റെഡി ആയിട്ടുണ്ടല്ലേ? പിന്നെ മുട്ട റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉരുണ്ടുരുണ്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. മുട്ട ഇപ്പൊ ഇങ്ങനത്തെ കാണാൻ നമുക്കൊരു ചെറിയ മുട്ട. എന്താണ്? മരിച്ചിനി കണക്കിരിക്കുന്നു. എപ്പോഴും തിന്നണാര്യം മാത്രമേ ഉള്ളൂ അല്ലേ? ഇതേണ്ട, ഇത് പൈത്തൺ. നമുക്ക് ഈ മുട്ടയായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യം ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാ? അനാക്കൊണ്ട അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാ? പെരുമ്പാമ്പ് അല്ലേ? പൈത്തൺ, പർട്ടിക്കുലർ പൈത്തൺ അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് അനാക്കോണ്ടയുടെ. പെരുമ്പാമ്പും അനാക്കോണ്ടയിലെ ഒരേ സ്പീഷീസാണ്, ഒരേ ജനുസാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടക്കുന്ന ക്രെയിനിലേക്ക് കൊണ്ടുവന്ന പാമ്പ്. അത് ഒറിജിനൽ അല്ല, അത് ഒറിജിനൽ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് എന്നറിയപ്പെടുന്നത് വെർട്ടിക്കുലർ പൈത്തൺ എന്നറിയപ്പെടുന്ന പെരുമ്പാമ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ്. പെരുമ്പാമ്പിന്റെ മുട്ടയാണ്. ഏകദേശം 80 ഗ്രാം ഭാരം വരും. 80 ഗ്രാം ഭാരമുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന് മുട്ട കുഞ്ഞുങ്ങളായി കഴിഞ്ഞു. പെരുമ്പാമ്പിന്റെ മുട്ട വരികയാണ് എത്ര ദിവസം എടുക്കുമെന്ന് അറിയാമോ? 65-നും 70-നും ഇടയിൽ ദിവസം കേട്ടോ. അപ്പൊ ഇപ്പൊ മുട്ട വരികയാണ്. ഇപ്പൊ ഏകദേശം 45-50 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം മുട്ട ഇട്ടിട്ട് മുട്ട കിട്ടുമ്പോൾ മുട്ടകൾ മാർക്ക് ചെയ്യും. കണ്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? എല്ലാത്തിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തതിന് കാരണം വേറെ ഒന്നല്ല, പാമ്പുകൾ മുട്ടയ്ക്കകത്തിരിക്കുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റും. ആണോ? അറിയാൻ പറ്റും. അറിയാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ജോലികൾ. അപ്പോൾ മുട്ട, നീളമുള്ള മുട്ട മാർക്ക് ചെയ്യും, നീളം കുറഞ്ഞ മുട്ട മാർക്ക് ചെയ്യും. നീളമുള്ള മുട്ടകളിലെല്ലാം ഇതുവരെ ജനിച്ചിട്ടുള്ളത് ആൺകുഞ്ഞുങ്ങളാണ്. ഇതുവരെ നീളം കുറഞ്ഞ മുട്ടകൾ ഇതുവരെ ജനിച്ചിട്ടുള്ളതല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ എല്ലാം പെൺകുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ മുട്ടകൾ, ഈ കുഞ്ഞുങ്ങളിങ്ങനെ പുറത്തേക്ക് വരാനായി വെമ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവയെ വെച്ച് അധികം ശല്യപ്പെടുന്നത് ശരിയല്ല. നമുക്കിവരെ മാറ്റിവെക്കാം. ഈ 10 കുഞ്ഞുങ്ങളെ, 10 മുട്ടയെന്ന് പറയുന്നതല്ല ശരി, 10 കുഞ്ഞുങ്ങളായി കഴിഞ്ഞു വരാം കേട്ടോ. നമുക്ക് ഇവരെ മാറ്റിവെക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മുട്ട? ശരി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷ എന്താണ്? ഫസ്റ്റ് എയ്ഡ് എന്താണ്? ഓർത്തു, ഞാൻ തന്നെ പറയാം. പാമ്പ് കടിയേറ്റ് നമ്മൾ ചെയ്യണം. നമ്മളൊക്കെ മുത്തശ്ശിമാർ പറഞ്ഞിരിക്കുന്നത് കെട്ടി വെക്കണമെന്നാണ്. കൂട്ടുകാരെ, 3-4 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ നെറ്റിയിൽ മുറുക്കൻ പാമ്പ് കടിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ പൗടിക്കോണത്തിനപ്പുറം ഞാണ്ടൂർക്കോണത്തിനപ്പുറം ആളിയിൽ തട്ടയിൽ ശ്രീമാൻ സോമശേഖരൻ നായർ അവരുടെ കോഴിക്കൂടുതൽ മുറുക്കൻ പാമ്പിനെ പിടിക്കുമ്പോൾ അത് ചാടി എൻ്റെ നെറ്റിയിൽ കടിച്ചു. ഞാൻ എവിടെ കെട്ടി വെക്കും? എൻ്റെ കൊരോളി പിടിച്ച് കെട്ടി വെച്ചാൽ മതി. അത് തല ഇങ്ങനെ പിടിച്ച് കെട്ടി വെക്കുമോ? ഒന്നും ചെയ്തില്ല. ഞാൻ വിചാരിച്ചൊന്ന് പരീക്ഷിക്കാം, പഠിക്കാമെന്ന് വെച്ചു. പഠിച്ചു. ഒരു മരുന്നും എടുത്തില്ല. 2 ദിവസം നല്ല നീരായിരുന്നു. ഇതാ നിൽക്കുന്നു നിങ്ങളുടെ മുന്നിൽ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാതെ. അപ്പോൾ പാമ്പ് കടിയേറ്റാൽ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്? പേടിപ്പിക്കാതിരിക്കുക, ഭയപ്പെടുത്താതിരിക്കുക, ധൈര്യമാണ് അവിടെ നൽകേണ്ടത്. അത് കഴിഞ്ഞ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പാമ്പ് കടിയേറ്റിനെ പിടിച്ച് ഒരിടത്ത് ഇരുത്തുക. അതിനുശേഷം കെട്ടുക എന്ന് നമ്മൾ പറഞ്ഞ് കെട്ടി വെക്കണമെന്നാണ്. കയറോ റോപ്പോ ഒന്നും ഉപയോഗിച്ച് കെട്ടരുത്. കെട്ടുക എന്നല്ല വാക്കിന്റെ അർത്ഥം രക്ത ഓട്ടം കുറയ്ക്കുക എന്നാണ്. അപ്പം നമ്മളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് 2 വിരൽ 3 വിരൽ വീതിക്ക് നല്ല നീളത്തിന് കീറിയെടുക്കുക. മുതിർന്ന ആണുങ്ങളുടെ കൈ ഇങ്ങനെ നിവർത്തിയാൽ ഇവിടെ മുതൽ ഇവിടം വരെ 8 ഇഞ്ച് 9 ഇഞ്ച് അകലം ഉണ്ടാവും. മുതിർന്ന ആണുങ്ങളുടെ കൈ. മുതിർന്ന പെൺകുട്ടികളുടെ കൈ ഇങ്ങനെ നിവർത്തിയാൽ 8.25 8.75 ഇഞ്ച് അകലം ഉണ്ടാവും. എവിടെയാണോ പാമ്പ് കടിയേറ്റത് അവിടെ നിന്ന് ഒരു കൈ അകലം എടുക്കുക. അകലത്തിന് മുകളിലേക്ക് വെച്ചാൽ വീതിക്ക് കീറിയ തുണികശം കൊണ്ട് ചുറ്റി കെട്ടുക. കെട്ടുക എന്നല്ല ആ വാക്കിന്റെ അർത്ഥം രക്ത ഓട്ടം തടയുക എന്നല്ല, രക്ത ഓട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. അതിനുശേഷം വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കയറി ഈ കെട്ടിന്റെ കുറച്ച് ഉയർത്തി കെട്ടുക. കയ്യിലോ കാലിലോ കടിയേറ്റാൽ താഴേക്ക് തൂക്കിയിടുക. ഒരു കാരണവശാലും ഹാർട്ടിന് മുകളിലേക്ക് ഉയർത്തി വെക്കരുത്. അതിനുശേഷം അദ്ദേഹത്തിന് നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ ഇരുത്തി ആന്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. IMA പറയുന്നത് എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട ആൾക്കാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അടിവരയിട്ട് പറയുന്നു, ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റ് മരണം സംഭവിച്ചതിൽ കൂടുതൽ ആൾക്കാർക്ക് മരണം സംഭവിച്ചിരിക്കുന്നത് പാമ്പിന്റെ വെനമെന്ന് പറയുന്ന ഔഷധം കടന്നു പോയിട്ടല്ല, മറിച്ച് പേടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക കൂട്ടുകാരെ, ഇതൊന്നും മറന്നു പോകാതിരിക്കുക. അപ്പോൾ നോക്കുക, ഇതെനിക്ക് മുറുക്കൻ പാമ്പിന്റെ കടിയേറ്റു, ഇത് മുറുക്കൻ പാമ്പിന്റെ കടിയാണ്, കൈയുടെ റിസ്റ്റ് മടങ്ങത്തില്ല, ഇത് മുറുക്കൻ പാമ്പിന്റെ കടിയാണ്. ഇങ്ങനെ ഒട്ടനവധി കടികളായിട്ട് ഒരുപാട് പ്രാവശ്യം ക്രിട്ടിക്കലായി കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങളാരും ഇത് അനുകരിക്കരുത്. നമ്മുടെ കൊച്ചു ടിവിയുടെ പ്രേക്ഷകരോ എൻ്റെ കൊച്ചു കൂട്ടുകാരോ ഇതൊരിക്കലും അനുകരിക്കരുത്. ഒരു പാമ്പിനെ തൊട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഇത് ഉദ്ദേശിക്കുന്നത് പാമ്പിനെ നിങ്ങളാരെയും പാമ്പ് പിടുത്തക്കാരാക്കാനല്ല. പാമ്പ് പ്രകൃതിയിൽ ജീവിക്കേണ്ടവയാണ്. ഇത് സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ്. പാമ്പിന്റെ വെനമെന്ന് പറയുന്ന ഔഷധമാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഔഷധം. ഇത് ഇല്ലാതെ വന്നാൽ നമുക്ക് അടുത്ത മാനവരാശി അല്ലെങ്കിൽ അടുത്ത തലമുറയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അത് നമ്മളെ ഈ പുതിയൊരു റിപ്പോർട്ട് ഒന്നും അറിയാമോ നിങ്ങൾക്ക് കൂട്ടുകാർ? മറന്നു പോകാതിരിക്കുക. നമ്മുടെ ഭാരതത്തിൽ 2040 ആകുമ്പോൾ 2040 ആകുന്ന കാലഘട്ടം വരുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ 2-ൽ 1 ക്യാൻസർ വരാൻ പോകുന്നു എന്നാണ് നമ്മുടെ ആരോഗ്യ സംഘടനകൾ കണ്ടെത്തിയിരിക്കുന്നത്. 2040 ആകുമ്പോൾ ഇനി വെറും 24 വർഷം പിന്നിടുമ്പോൾ. അപ്പോൾ നമുക്ക് അപ്പോഴൊക്കെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഔഷധങ്ങൾ പാമ്പിന്റെ വനത്തിൽ നിന്ന് മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ട് ഈ സാധുജീവി, ലോകത്തിലെ ഏറ്റവും സാധുവായ ജീവിയാണ് പാമ്പുകളെന്ന് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക. കാരണം പാമ്പിന് കാഴ്ചയില്ല, കേൾവിയില്ല, ഓർമ്മയില്ല, മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയില്ല, കയ്യും കാലുമില്ലാത്ത ജീവി. ഇവയാണോ ഭീകരതയുള്ള ജീവി? ഇവയല്ലേ ലോകത്തിലെ ഏറ്റവും സാധുവായ ജീവി? ഇവയെ ഒരിക്കലും നിങ്ങൾ ഭീകരജീവിയെ ചിത്രീകരിക്കാതിരിക്കുക. ഇവ പറമ്പിലെങ്കിലും ജീവിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം. പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ നിർബന്ധമായിട്ട് നമ്മളെ കൊച്ചു ടിവിയുടെ പ്രേക്ഷകർ
സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് തട്ടി നടന്നു പോവുക. വീട്ടിൻ്റെ പറമ്പ് ഭാഗത്തൊക്കെ പറമ്പ് കാടുകയറി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകുമ്പോൾ ഒന്നിൽ കുറച്ച് മണ്ണ് വാരി എറിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ചപ്പ് വാരി എറിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. എന്തായാലും അതുപോലെ ഒരു കാര്യം കൂടി, നമ്മുടെ കേരളത്തിൽ കരിമൂർക്കൻ പാമ്പ് ഇല്ല. ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിൽ കരിമൂർക്കൻ പാമ്പിനെ കണ്ടുവരുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ കരിമൂർക്കൻ പാമ്പോ കരിഞ്ചേരകളോ ഇല്ല. ഇതെല്ലാം നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകളാണ്. അതുപോലെ സർപ്പം എന്ന് പറയുന്നത് സംസ്കൃതമാണ്, അത് ആരാധനയാണ്. നാഗം എന്ന് പറയുന്നത് ഹിന്ദിയാണ്, അത് ആരാധനയാണ്. നല്ലാത്തൻ പാമ്പ് എന്ന് പറയുന്നത് തമിഴിൽ ആരാധനയാണ്, അത് ആരാധന. ഇവയെല്ലാം ഒന്ന് തന്നെയാണ്. കേരളത്തിൽ ഒരേ ഒരു മൂർഖൻ പാമ്പ് മാത്രമേ ഉള്ളൂ. മൂർഖൻ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന, സർപ്പമെന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന, നാഗം എന്ന്, നല്ലാത്താൻ പാമ്പെന്നും, കോബ്ര എന്നും, സ്പെക്ടക്കിൾഡ് കോബ്ര എന്നും അറിയപ്പെടുന്ന ഒരേ ഒരു മൂർഖൻ പാമ്പ്. 12 കളറിൽ നമ്മൾ കേരളത്തിൽ മൂർഖൻ പാമ്പിനെ കണ്ടുവരുന്നു എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. നമ്മളൊരു കുഞ്ഞൻ അതിഥിയെ, നമ്മുടെ കൊച്ചു ടിവിയുടെ പ്രേക്ഷകർക്ക് കാണാനായി ഒരു വ്യത്യസ്തനായ അതിഥിയെ നമ്മളൊന്ന് പരിചയപ്പെടും. സാധാരണ നിങ്ങളെ കണ്ടുവരുന്നത് ഇന്ത്യൻ കോബ്രയാണ്. അത് കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മൂർഖനെയാണ് ഞാൻ സാധാരണ TV പരിപാടിയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കൊച്ചു ടിവിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനായി ഒരു അതിഥിയെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗോൾഡൻ കോബ്ര എന്നറിയപ്പെടുന്ന, സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന, സ്വർണ്ണക്കള്ളറുള്ള ഒരു മൂർഖൻ പാമ്പിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആരും എണീക്കരുത്, അയ്യോ പാമ്പ് എന്ന് പറയരുത്, പേടിച്ച് അന്തം വിട്ടിരിക്കരുത്. Wow. എനിക്ക് ഇതേടാ ഇതേണ്ട ഇവിടെ ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക്? കണ്ടോ? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? ഇതാണ് നിങ്ങൾ നമ്മുടെയൊക്കെ കഥകളിൽ മാത്രം തിങ്ങി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന, ഗോൾഡൻ കോബ്ര എന്നറിയപ്പെടുന്ന അതിഥിയാണ്. കണ്ടോ? ഇഷ്ടപ്പെട്ടോ? കണ്ടിട്ടുണ്ടോ? അതിന് മുന്നേ നിങ്ങൾ ആരിലില്ല. എൻ്റെ ഭദ്രമായിട്ട് ഇവർ ജീവിക്കുന്നു. ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ വേളയിൽ ആ പറമ്പിൽ നിന്ന് ഇവിടെ അതിഥിയാണ്. 2 പേരുണ്ട്. ഇതുപോലെ ഒരാൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ചട്ട പൊഴിക്കാറായി, ചട്ട പൊഴിക്കാറായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ റെസ്റ്റിൽ റൂമിൽ അതിൻ്റെ കൂട്ടിലുണ്ട്. അതെ, അപ്പോൾ നമുക്ക് ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കണം, നമുക്ക് ഇതിൽ ചാക്കിലാക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും പാമ്പിനോടുള്ള പേടി കുട്ടികൾക്ക് മുഴുവൻ മാറി അല്ലേ? ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. ഇനി മുതൽ നമ്മുടെ ഫ്രണ്ടാണ് നമ്മുടെ പാമ്പ് അല്ലേ? പാമ്പുകളെ ഒന്നും കണ്ട് നമ്മൾ പേടിക്കത്തില്ല, അവരെ ഉപദ്രവിക്കത്തുമില്ല. നമ്മൾ ഉപദ്രവിക്കാത്ത ജീവിയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയധികം പാമ്പുകൾ നമുക്ക് നേരിട്ട് കാണിച്ചു തന്ന നമ്മുടെ സുരേഷ് ചേട്ടന്, വാവ സുരേഷ് ചേട്ടന് നമ്മൾ എങ്ങനെ താങ്ക്സ് പറയും? നല്ലൊരു കൈയടി ചേട്ടാ. വളരെയധികം സന്തോഷം. ഇത്രയും നല്ല പ്രവൃത്തിയായിട്ട് ഇനിയും ഒരുപാട് കാലം ചേട്ടൻ നമ്മളോടൊപ്പം മുന്നോട്ട് പോകണം ചേട്ടാ.